നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോൻ ലാപ്പോർട്ട ഒഫീഷ്യലി റിസൈൻ ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ 9:50 അദ്ദേഹം പ്രസിഡൻഷ്യൽ ഓഫീസിലെത്തി. ഈ തവണത്തെ ഈ ഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ അവസാന പ്രസിഡൻ്റായിട്ടുള്ള ദിവസമായിരുന്നു. അദ്ദേഹം അതിനുശേഷം റിസൈൻ ചെയ്തിരിക്കുന്നു. പകരം ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് റാഫ യൂസ്റ്റ അവരുടെ ഇൻട്രിം പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ ഇലക്ഷൻ പ്രൊസീജിയറിലേക്ക് ബാഴ്സലോണ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ബാഴ്സലോണ അറിയിച്ചിട്ടുണ്ട്. 9-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസം മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് പബ്ലിക്കേഷൻ ഓഫ് ഒഫീഷ്യൽ കോൾ ഫോർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയാവുന്ന പോലെ ഇന്ന് ഇലക്ഷൻ ഉള്ള ഒഫീഷ്യൽ കോൾ വരും. ഫെബ്രുവരി 12 വരെ പബ്ലിക് ഡ്രോ ടു സെലക്ട് ദി മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രൽ ബോർഡ് ആൻഡ് ഇലക്ട്രൽ കമ്മിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അത് കഴിഞ്ഞിട്ട് 13-ാം തീയതിയും 14-ാം തീയതി വരെയുള്ളത് ഈ ഇലക്ട്രൽ ബോർഡിൻ്റെ ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇലക്ട്രൽ കമ്മിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കും. ദെൻ 15-ാം തീയതി മുതൽ ഫെബ്രുവരി 15 മുതൽ എൻഡോഴ്സ്മെൻറ്റ് സ്ലിപ്പ് മേ ബി റിക്വസ്റ്റഡ്. 15 മുതൽ 19 വരെയുള്ള തീയതികളിലായിട്ട് ഇലക്ട്രൽ റോള് പബ്ലിഷ് ചെയ്യും. 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള സമയത്ത് ഈ ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിംസും മറ്റ് റെസൊല്യൂഷൻസും ഒക്കെ നടക്കും. അപ്പോൾ ഇലക്ട്രൽ റോളിൻ്റെ അപ്രൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു തീയതികളിലായിട്ട് നടക്കും. ഈ സമയത്തിനിടക്ക് തന്നെ ഫൈനൽ ഇലക്ട്രൽ റോളിൻ്റെ പ്രഖ്യാപനം വരും, അത് അപ്രൂവ് ചെയ്യും. ദെൻ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയുള്ള സമയത്ത് ആരാണോ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ കാൻഡിഡൻസീസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സബ്മിഷൻ്റെ സമയമാണ്. പിന്നെ മാർച്ച് 3 മുതൽ മാർച്ച് 5 വരെയുള്ള സമയത്ത് ഈ എൻഡോഴ്സ്മെൻറ്റിൻ്റെ കൗണ്ടിങ്സ് ആണ്. ദെൻ അനൗൺസ്മെൻറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. ആർക്കാണ് 50% അറ്റ്ലീസ്റ്റ് ഫ്രം അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി, അവരിൽ നിന്ന് ഒരു പിന്തുണ ലഭിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് പ്രഖ്യാപിക്കും. പിന്നെ മാർച്ച് 6 മുതൽ മാർച്ച് 13 വരെയുള്ള സമയത്ത് ഇലക്ഷൻ ക്യാമ്പയിൻ ആയിരിക്കും. മാർച്ച് 14 റിഫ്ലക്ഷൻ ഡേ ആണ്, മാർച്ച് 15 വോട്ടിംഗ് ഡേ ആണ്. ഇതാണ് ഇപ്പോൾ പ്രൊസീജിയർ. ഒരു കാര്യം കൂടി ഒഫീഷ്യലി ബാഴ്സലോണ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ മെയിലിൻ ബാലറ്റ്സ് അനുവദിക്കുന്നതല്ല, മറിച്ച് മെമ്പേഴ്സ് ഇൻ പേഴ്സൺ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ബൂത്തുകളെന്നോ നമുക്ക് അങ്ങനെയാണല്ലോ വോട്ടിംഗ് ബൂത്തുകൾ എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ പോളിംഗ് ബൂത്ത് എന്ന് പറയുന്ന പോലെ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ബാഴ്സലോണയിലും ജിറോണയിലും ലിഡയിലും അതുപോലെ ടറഗോണയിലും അൻഡോറയിലുമായിട്ട് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അവിടെ ചെന്നിട്ട് ഇൻ പേഴ്സൺ വോട്ട് ചെയ്യണം എന്നുകൂടി ബാഴ്സലോണ ഒഫീഷ്യൽ അറിയിക്കുന്നത്. ഏതായാലും അടുത്ത ബാഴ്സ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്, എസ്പെഷ്യലി ബാഴ്സലോണയുടെ ഫാൻസ്. ഏതായാലും ഇപ്പോൾ റാഫ യൂസ്റ്റെ അവരുടെ ഇൻട്രീം പ്രസിഡൻ്റായിട്ട് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.